കാലിഫോർണിയയിൽ നിന്നുള്ള സൂസന്നെയും ബെന്നി ആൻഗ്യുയനോയും ദൂരയാത്ര പോയപ്പോൾ പ്രിയപ്പെട്ട വളർത്തുപൂച്ചയെയും കൂടെ കൂട്ടിയിരുന്നു. പക്ഷേ വ്യോമിംഗ് പാർക്കിൽ വെച്ച് പൂച്ചയെ നഷ്ടപ്പെട്ടു. 2 മാസം കഴിഞ്ഞ് പൂച്ച എത്തിയിരിക്കുന്നു. 1000-ലേറെ കിലോമീറ്ററുകൾ സഞ്ചരിച്ചതിന് ശേഷം. വിശദാംശങ്ങളുമായി അഞ്ജലി ജോൺ നമുക്കൊപ്പം ചേർന്നുണ്ട്. അഞ്ജലി, ഈ വളർത്തുമൃഗങ്ങളെ നഷ്ടപ്പെട്ടു പോവുക എന്ന് പറയുന്നത് നമ്മൾ ആർക്കാണെങ്കിലും അല്ലേ, നമ്മൾ സ്നേഹിച്ച് വളർത്തിയ ഒരു മൃഗത്തെ നഷ്ടപ്പെട്ടു പോയാൽ നമുക്കൊക്കെ സങ്കടമാകും. പക്ഷെ ഇത് നോക്കൂ, 1000-ഓളം കിലോമീറ്ററുകൾ സഞ്ചരിച്ച് തിരിച്ചെത്തിയിരിക്കുകയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു വിദേശങ്ങളിലൊക്കെ ഈ വളർത്തുമൃഗങ്ങളുടെ ദേഹത്ത് ചിപ്പ് ഘടിപ്പിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതൊക്കെ കൊണ്ടുകൂടി ആയിരിക്കും അല്ലേ ഈ പൂച്ചയെ തിരിച്ചു കിട്ടിയത്? അതിസന്ധ്യ, ഈ സംഭവം നടക്കുന്നത് ഇവിടെ എങ്ങുമല്ല, അങ്ങ് US-ലാണ്. US-ലെ എലു നാഷണൽ പാർക്ക് എന്ന് പറയുന്ന ഈ ഭാഗത്താണ് ഇങ്ങനെ സംഭവം നടക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന കുടുംബവും തൻ്റെ പ്രിയപ്പെട്ട ഓമനയും കൂടി ചേർന്ന്, സൂസനെയും അതുപോലെ തന്നെ ബെന്നിയും കൂടെ ചേർന്നിട്ട് ഒരു യാത്ര പ്ലാൻ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു വലിയ ക്യാമ്പിങ് പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ ഈ പറയുന്ന എലു നാഷണൽ പാർക്കിലേക്ക് അവർ ചെല്ലുന്നു. അവിടെ എത്തിയതിന് ശേഷം ഇങ്ങനെ അതിൻ്റെ സൈഡിലൊരു ചെറിയ കാടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഓമന ഈ പറയുന്ന ഇവരുടെ ഈ പൂച്ചക്കുട്ടി അവിടെ എന്തോ ശബ്ദം കേട്ടിട്ട് അവിടേക്ക് ഓടി മറിഞ്ഞതാണ്. അപ്പോൾ ഇവനെ ഒരുപാട് ഇവർ തിരിച്ചു വിളിച്ചു, പക്ഷേ അവൻ തിരിച്ചു വന്നില്ല. അങ്ങനെ ഇവൻ്റെ പുറകെ ഇവർ കുറേയും പോയി നോക്കി. പക്ഷേ ഇവൻ പെട്ടെന്ന് കാട്ടിലേക്ക് മറിഞ്ഞു. എന്തോ കണ്ട് പേടിച്ച് പാവം കാട്ടിലേക്ക് പോയി മറിഞ്ഞതാണ്. പിന്നെ അതിനുശേഷം ഈ പറയുന്ന പോലെ തന്നെ ഇവർ ക്യാമ്പിങ്ങിനായി പോയതാണ്. വളരെ ദുഃഖത്തോടെയാണ് അവർ കുറേ നാൾ ക്യാമ്പിംഗ് ദിവസങ്ങളെല്ലാം അവിടെ ഇങ്ങനെ പൂർത്തീകരിച്ചത്. ഈ പൂച്ചക്കുഞ്ഞിനെ തിരഞ്ഞ് അവർ കുറേ നാൾ ഇതുപോലെ അവിടെ നിന്നു. അതിനുശേഷം ഈ പറയുന്ന മൃഗസംരക്ഷണ പ്രവർത്തകരെല്ലാം ഇത് അറിയിച്ചിരുന്നു കാണാനില്ലെന്ന്. അങ്ങനെ ക്യാമ്പിംഗ് ഒക്കെ പൂർത്തിയാക്കി ഇവർ വീട്ടിലേക്ക് തിരികെ ചെല്ലുന്നു. ഈ വീട്ടിൽ ചെന്നതിന് ശേഷവും ഈ സൂസന്ന പറയുന്നുണ്ട്, ബെന്നി സ്ഥിരം വന്ന് ഈ പാർക്കിൽ അന്വേഷിക്കായിരുന്നു. ഇവരുടെ പ്രിയപ്പെട്ട ഓമനെ കാണാതായ വലിയ ദുഃഖത്തിൽ തന്നെയായിരുന്നു ഇവരുണ്ടായിരുന്നത്. അങ്ങനെ ഏകദേശം 2 മാസങ്ങളോളം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറയുന്ന ഇവരുടെ ഓമനയുടെ ദേഹത്തെ ഒരു മൈക്രോ ചിപ്പിംഗ് ഉണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഇവർ കണ്ടുപിടിക്കുന്നത്. ഈ പറയുന്ന പോലെ ഏകദേശം 1200-ലധികം കിലോമീറ്ററാണ് ഈ പൂച്ച തൻ്റെ നഷ്ടപ്പെട്ടു പോയ ഓമനയെ തേടി ഇങ്ങനെ അലഞ്ഞ് നടന്നത്. അപ്പോൾ ഈ അലഞ്ഞ് നടക്കുന്നത് കണ്ടിട്ട് ഈ മൃഗസംരക്ഷണ പ്രവർത്തകർ തന്നെയാണ് ഇത് വെച്ച് കണ്ടുപിടിക്കുന്നതും. അങ്ങനെ ഇവർ നേരത്തെ പറഞ്ഞിരുന്ന ഇങ്ങനെ മിസ്സിങ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞത് ഈ പൂച്ചയുടെ ഈ ചിപ്പിൻ്റെ നമ്പറൊക്കെ അവർ നോക്കി അത് ഐഡൻറ്റിഫൈ ചെയ്ത് അവരുടെ പൂച്ചയാണ് ഈ പറയുന്ന റെയിൻബോ തന്നെയാണെന്ന് കണ്ടുപിടിക്കിയത്. അതിൽ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ റെയിൻബോയ്ക്ക് ആകെ 2 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഈ റെയിൻബോയുടെ വിശേഷങ്ങൾ അവർ പറയുന്നുണ്ട്. ഏകദേശം പകുതിയോളം പൗണ്ടാണ് ഇതിൻ്റെ വെയിറ്റ് കുറഞ്ഞത്. ആ കാര്യത്തിലൊക്കെ ഇവർക്ക് വളരെയധികം സങ്കടമുണ്ട്. പക്ഷേ അവർ വലിയ സന്തോഷത്തിൽ തന്നെയാണ് ഈ റെയിൻബോയെ തിരിച്ചു കിട്ടിയതിൽ. ചെറിയ കുസൃതിയൊക്കെയാണ്. ആദ്യമേ ഇത് പിരിഞ്ഞൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഇവർ തിരിച്ചു വിളിക്കാനൊക്കെ ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ശരി അഞ്ജലി, ശരി. എന്തായാലും ആ കുഞ്ഞൻ റെയിൻബോയെ തിരിച്ചു കിട്ടിയപ്പോൾ ആ ദമ്പതികൾക്കുണ്ടായ സന്തോഷം എത്രത്തോളം ആയിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. ശരി അഞ്ജലി.